വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു.പി. സ്കൂളിൽ പ്ലാൻ ഫണ്ടും എസ്.എസ്.കെ ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ച് വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 5 ക്ലാസ് മുറികളുടെയും എസ്.എസ്.കെ ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 2 ക്ലാസ് മുറികളുടെയും സംയുക്ത ഉദ്ഘാടനം കെ രാമചന്ദ്രൻ എം.എൽ.എ നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് അധ്യക്ഷത വഹിച്ചു. 28 വർഷത്തെ ദീർഘകാല സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക വി.എൻ. ഷീനയ്ക്ക് യാത്രയയപ്പും നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി മോൾ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ബിജു, കെ.ആർ. ഔസേപ്പ്, രനി കെ.ആർ., ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ കുമാർ, ചാലക്കുടി എഇഒ പി.ബി. നിഷ, പ്രധാന അധ്യാപിക ഷൈനി ജോൺ, സ്റ്റാഫ് സെക്രട്ടറി പി.ആർ. ദീപ, പി.ഡബ്ല്യു.ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി.കെ. സന്തോഷ് കുമാർ, എസ്.ആർ.ജി കൺവീനർ പി.എ. സുനിത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്ലാൻ ഫണ്ട്, ബഡ്ജറ്റ് ഫണ്ട് ഇതെല്ലാം ക്രമീകരിച്ച് പ്രത്യേകമായി ഓരോ മേഖലയിലും കണ്ടിട്ടാണ് നമ്മൾ പ്രവർത്തന പരിപാടി തയ്യാറായത്. എല്ലാം ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ഉദ്ഘാടനം കഴിഞ്ഞ അവിടെ 2 ക്ലാസ് റൂമും കൂടി ഇപ്പോൾ പണി പൂർത്തീകരിക്കുന്നുണ്ട്. എസ്.എസ്.കെ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് 2 ക്ലാസ് റൂം മാറ്റുന്നതിന് വേണ്ടി ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള രവീന്ദ്ര മാസ്റ്റർ നേതൃത്വത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അതിൻ്റെ തൽഫലമായിട്ടാണ് സ്കൂളുകളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒട്ടനവധിയായിട്ടുള്ള കോടിക്കണക്കിന് രൂപകളാണ് നമ്മുടെ ഗവൺമെൻറ് വിദ്യാലയങ്ങളെ പരിപോഷിക്കുന്നതിന് വേണ്ടി സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം തുറന്നു വന്ന ഗവൺമെൻറ് നമ്മുടെ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ എം.എൽ.എ ആയിട്ടുള്ള രാമചന്ദ്രേട്ടനും നമ്മുടെ നേരത്തെ രാമചന്ദ്രേട്ടൻ തന്നെ എം.എൽ.എയോട് സൂചിപ്പിച്ചു, നമ്മുടെ പഞ്ചായത്തിന്